ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീ. അവന്മാരെ വിട്, നിങ്ങൾ പാടുന്നതാണ് കേട്ടാ. അല്ല, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ അത് എന്ത് ബുദ്ധിമുട്ട്? എത്ര നല്ല ശബ്ദം നാണായിട്ടെന്നറിയോ? ഓ സത്യമായിട്ട്. ഓ അഗസ്റ്റിൻ, ഒന്നുകൂടി ഒന്ന് ശരിയാവാൻ ഒരു 2-3 ദിവസം അടുപ്പിച്ച് പാടിയാൽ മതി, ശരിയായിക്കോളും. അതെ. ഓ ആ പാട്ടെങ്ങനെയാ? പാടിയാട്ടെ. ആരെയും പാടേ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീ. ഒരു കലാകാരനെ ഇവന്മാര് വളരാൻ വിടില്ലല്ലോ. നീയല്ലേ പാട്ടാരെ, നീ പാടി, ഞാൻ പിന്നെ പാടാം. അത് കറക്റ്റ്. അല്ല, നിന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ ഓടിപ്പോന്നത്? അതിന് ശ്രീധരന്റെ അച്ഛൻ തീരെ ശരിയല്ല. നീ ഒറ്റ ഇരിക്കാൻ വെച്ചരും. എന്റെ അച്ഛനെ പറയുന്നു. ആ ഇരിക്കുന്നു. വേണ്ട. അല്ല, നമ്മളിങ്ങനെ ഇരുന്നാ മതി. വാർഷികത്തിന് നാടകം നോക്കണ്ടേ? കരി പിടിച്ചാട്ടുന്ന ക്ഷയരോഗി സ്ഥിരട്ടം ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഏയ്, ക്ഷയരോഗിയും കുഷ്ഠരോഗിയും കുറെ ആയില്ലേടോ. ജോസ് പരുത്തിക്കാരന്റെ അന്തി വിളിച്ചു വന്നൊരു നാടകമുണ്ട്. ഹീറോ ഒരു കോളേജ് സ്റ്റുഡന്റാ. നമുക്ക് വേണമെങ്കിൽ അത് നോക്കാം. എന്തല്ലേ? കോളേജ് സ്റ്റുഡന്റ് ചെയ്തായിട്ടായിരിക്കും. അത് പിന്നെ നിങ്ങൾ ആരും കൂടെ നിർബന്ധിക്കാൻ ഞാൻ ആ റോള് കൈകാര്യം ചെയ്യാം. മൂപ്പയുടെ ഒരു പൂതി കണ്ടില്ലേ, കോളേജ് സ്റ്റുഡന്റ്. പൂരിയൊന്നുമല്ല, സൗകര്യം ഉണ്ടെങ്കിൽ മതി. വാർഷികത്തിന് കാശ് പിടിക്കാൻ ഞാൻ തന്നെ അറിയത്തിരിക്കണല്ലോ അല്ലേ? അത് നേരാ. ആ, അപ്പൊ പിന്നെ സ്കൂൾ സ്റ്റുഡന്റ് ആയാലും ശ്രീരായിട്ടും തന്നെ റോൾ അഭിനയിച്ചാൽ മതി. നമുക്ക് സ്വയമായിട്ടൊരു ഭാഗത്ത് ഇരിക്കാലോ. ഊരാതെ. അല്ല ശ്രീധേട്ടാ, നമ്മുടെ നാരായണേട്ടൻ തർക്കമില്ലാതെ പാടുന്നുണ്ട് കേട്ടാ. നാരായണൻ ഇനി പാടി ഇവിടെ കൊല നടക്കും.